ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷനെ പറ്റി സംസാരിക്കാം. ബേബിക്ക് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. ഒരു നിശ്ചിത ക്രമത്തിൽ ബേബിയുടെ വെയ്റ്റും വലിപ്പവും കൂടിക്കൂടി വരുന്നു. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ബേബിയുടെ ഗ്രോത്ത് കുറഞ്ഞു പോകാറുണ്ട്. അപ്പം അതിനെയാണ് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ബേബിക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കിട്ടുന്നത് മദറിൻ്റെ സൈഡിൽ നിന്നും പ്ലാസൻ്റെയും അംബിലിക്കൽ കോഡ് വഴിയുമാണ് ഈ ന്യൂട്രിയൻസ് എല്ലാം ബേബിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പ്ലാസൻ്റയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി വരികയാണെങ്കിൽ ഈ ന്യൂട്രിയൻസും ഓക്സിജനും ഒന്നും കുട്ടിയിലേക്ക് എത്തില്ല. അങ്ങനെ വരുമ്പോൾ ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം. പിന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാനുള്ള ഒരു കാരണം മദറിന് വരുന്ന ഇൻഫെക്ഷനുകളാണ്. റുബെല്ല, ടോക്സോപ്ലാസ്മോസിസ്, സൈറ്റോമെഗലോ വൈറസ് ഇൻഫെക്ഷനൊക്കെ മദറിന് വരികയാണെങ്കിൽ അത് കുട്ടിയിലേക്കും വന്നിട്ട് കുട്ടിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം. പിന്നെ കുട്ടിക്ക് ഉണ്ടാകുന്ന ചില ക്രോമസോം പ്രശ്നങ്ങളും ജനറ്റിക് പ്രശ്നങ്ങളും കൊണ്ട് കുട്ടിയുടെ ഗ്രോത്ത് കുറഞ്ഞു വരാൻ കാരണമാകാറുണ്ട്. അപ്പം ഈ മെറ്റേണൽ പ്രോബ്ലംസ്, ഇപ്പം മദറിന് വരുന്ന SLE, ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, മദറിന് വരുന്ന ഹാർട്ട് ഡിസീസസ്, കിഡ്നി പ്രോബ്ലംസ് എല്ലാം ഈ പ്ലാസൻ്റയുടെ വളർച്ചേനെ, അതിൻ്റെ ഫങ്ഷനെയും അഡ്വേഴ്സായിട്ട് ബാധിക്കാനും പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി വരാനും അങ്ങനെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ 28 ആഴ്ചയ്ക്ക് മുമ്പ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം, 28 ആഴ്ചയ്ക്ക് ശേഷവും ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം. 28 ആഴ്ചയ്ക്ക് മുമ്പ് വരുന്ന ഗ്രോത്ത് റെസ്ട്രിക്ഷന് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് കൊണ്ടും ജനറ്റിക് പ്രോബ്ലം കൊണ്ടും വരുന്നതാണ്. 28 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതാണെങ്കിൽ കൂടുതലും പ്ലാസൻ്റൽ പ്രോബ്ലം കൊണ്ട് വരുന്നതാകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും. അതിൽ ബേബിയുടെ മെഷർമെൻറ്റ്സ് എല്ലാം നോക്കും, ബേബിയുടെ വെയിറ്റ് നോക്കും, ബേബിയുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് നോക്കും. അപ്പോൾ അതിൽ നമുക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് സീരിയലായിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ സ്കാൻ ചെയ്തിട്ട് പിന്നെയും ഈ ബേബിയുടെ മെഷർമെൻറ്റ്സും വാട്ടറിൻ്റെ അളവും നോക്കും. കൂടാതെ ഈ അംബിലിക്കൽ ആർട്ടറി ബ്ലഡ് ഫ്ലോയും കുട്ടിയുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറയും, അതിൻ്റെ ബ്ലഡ് ഫ്ലോയും എല്ലാം നോക്കും. അപ്പോൾ അതിലെല്ലാം പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടി വളരാതെ വരികയാണെങ്കിൽ പിന്നെ കുട്ടിക്ക് ചിലപ്പോൾ ശ്വാസതടസ്സവും കുട്ടി ഉള്ളിൽ മരിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രഗ്നൻസി ഡെലിവറി ആക്കും, ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് കുഞ്ഞിന് ലങ് മെച്യൂരിറ്റി വരാനുള്ള ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ടാണ് അങ്ങനെ ടെർമിനേഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ഈ വളർച്ചക്കുറവുള്ളത് കൊണ്ടും തൂക്കക്കുറവുള്ളത് കൊണ്ടും ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ബ്ലഡിലെ ഷുഗർ, കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ബേബിക്ക് അത്ര മെച്യൂറായിട്ട് ഉണ്ടാവില്ല, അതിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം ബേബിക്ക് ഇൻറ്റൻസീവ് കെയർ, ICU കെയർ വേണ്ടി വരാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ മിക്കവാറും എല്ലാം ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ക്യാച്ചപ്പ് ഗ്രോത്ത് വന്ന് നോർമൽ കുട്ടികളുടെ അതേ രീതിയിലേക്ക് എത്താറുണ്ട്. വെയിറ്റ് കുറവെല്ലാം കറക്റ്റ് ചെയ്തിട്ട് 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നോർമലായിട്ട് തന്നെ വളർന്നു വരാം.